ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ട് റൈസും ചിക്കനുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് സൺഡേ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഞാനിവിടെ 2 കിലോ ചിക്കന് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ. 2 കിലോ ചിക്കൻ 8 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ തലേ ദിവസമാണ് ഈ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പാലിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂണ്, ഇഞ്ചി ചതച്ചത് 1 സ്പൂണ്. ഇനി എരിവിനായിട്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല കളറായിരിക്കും, അതിനാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും തലേ ദിവസം ഇതുപോലെ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതിൽ ഈ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ ഈ പാലിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കനിൽ പിടിക്കുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കണേ. എന്നിട്ടിതാ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ, കവർ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത് ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പോൾ പിറ്റേ ദിവസം ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ട് അരമണിക്കൂറായിട്ടോ, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ ഞാനിതിൻ്റെ കവറൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി ഇതിനെ നമ്മൾക്ക് ഈ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഇതിനെ മാറ്റണം കേട്ടോ. നമുക്ക് ഈ പാൽ ഇനി നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ 1 കപ്പ് മൈദ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. 1/2 കപ്പോളം കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, മിക്സഡ് ഹെർബ്സ് എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഒറിഗാനോ എടുത്താൽ മതി. അതൊരു 1/4 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം കുരുമുളക്, പിന്നെ ഇതാ വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഈ കൂട്ടിനൊരു പ്രത്യേക രുചിയും മണമൊക്കെ കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ KFC ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ രുചി കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു 3 മുട്ട ഞാനിത് ഇതുപോലെ ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഈ പൗഡർ, അതിൽ നിന്ന് 1 സ്പൂൺ എടുത്തിട്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ മണമില്ലാതെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ നേരത്തെ ആ പാലൊക്കെ പാലിൽ നിന്ന് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് ആദ്യം ഈ മുട്ടയുടെ ഈ മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഈ ചിക്കന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മൈദയുടെ കൂട്ടുണ്ടല്ലോ, ഇതിൽ നമ്മളിതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വലിയ പീസാക്കിയിട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിത് തലേ ദിവസം തന്നെ ഇത് പാലിലൊക്കെ മുക്കി വെച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഈ ഒരു മൈദ കൂട്ടുണ്ടല്ലോ, ഇതിനിങ്ങനെ കോട്ട് ചെയ്തിരിക്കണം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആദ്യം മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ മുഴുവനായിട്ടും ചെയ്തെടുക്കണേ. നന്നായിട്ട് ഇതുപോലെ തന്നെ മുക്കിയെടുക്കണം കേട്ടോ. അസാധ്യ രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് നമ്മൾ സൺഡേയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല രുചിയായിരുന്നു ഈ ഒരു രീതിയിൽ. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈയും ബിരിയാണിയോ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുക, ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു കോമ്പിനേഷനായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇതും കൂടെ ഞാനിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണേ. നന്നായിട്ട് ഫ്രൈ ആയി വരണം. നമ്മളെങ്ങനെയാണോ KFC ചിക്കനൊക്കെ ഉണ്ടാക്കുക ആ ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം നമ്മളിത് ചിക്കൻ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അപ്പോൾ അതായി വരുമ്പോഴേക്കും ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളം വാർത്തെടുക്കണേ.
ഞാനിവിടെ ഒരു 5 മിനിറ്റ് മാത്രമാണ് ബസ്മതി റൈസ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് എല്ലാം 2 സ്പൂൺ വെച്ചിട്ട്. റെഡ് കളറിലുള്ള ക്യാപ്സിക്കാണ് കേട്ടോ, അതിന് പകരം ഗ്രീൻ എടുക്കാം. അപ്പോൾ എനിക്കത് കിട്ടിയോണ്ട് എടുത്തതാണ്. ഒരു 4 തക്കാളി അരച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 മാഗിയുടെ മാജിക് ക്യൂബ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ക്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സവാള കൊത്തി അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ചൂടായി വരുമ്പോൾ പട്ട, 2 ഗ്രാമ്പു, 1/2 സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി ചതച്ചെടുത്തത്. ഇത് 2 സ്പൂൺ തന്നെ ഉണ്ട് കേട്ടോ. രണ്ടും 2 സ്പൂൺ വെച്ചിട്ടാണ്. ചെറിയ കഷ്ണം ചതച്ചെടുത്താലും മതി. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് പച്ചമുളക് ഞാൻ 2 മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രുചി തന്നെയാണ് കേട്ടോ ഇതിനുണ്ടാവുക. പക്ഷെ കാണാൻ കുറച്ച് വെറൈറ്റി ആയിരിക്കും. ഇനി ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കി എടുക്കണം. ക്യാപ്സിക്കത്തിനൊരു പച്ചമണമുണ്ട്, അതൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ വഴന്ന് വരുമൊന്നും വേണ്ട, കളറൊന്നും മാറി വരുമൊന്നും വേണ്ട കേട്ടോ. വളരെ കുറച്ച് സമയം മതി ഇത് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി. അപ്പോൾ അതാ നന്നായിട്ടിത് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി അരച്ചതാണ്. തക്കാളി ടൊമാറ്റോ പ്യൂരി എന്നൊക്കെ പറയും. അപ്പോൾ തക്കാളി 4 തന്നെ വേണം കേട്ടോ, എന്നാലാണ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ മന്തി റൈസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയല്ലേ, അങ്ങനെ ഒരു രുചിയൊക്കെ കിട്ടണമെങ്കിൽ തക്കാളിയും കൂടെ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ വെന്ത് ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് ഇതുപോലെ തന്നെ ഒന്നിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ക്യൂബാണ്. മാഗിയുടെ ക്യൂബ് 2 ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ അത്യാവശ്യം ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. ഞാനിവിടെ 2 പിടിയോളം പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിടിയോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയിലയാണ് ഞാനിതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 സ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക്, ക്യൂമിൻ സീഡ്, പട്ട, ഏലക്ക ഇത്രയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഗരം മസാലയിൽ മന്തി മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ബസ്മതി അരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ റെഡ് കളറുള്ള ക്യാപ്സിക്കം ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തക്കാളി അരച്ചെടുത്ത് മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ ഈ വെള്ളം. അപ്പോൾ ഇത് 2 ഗ്ലാസ്സിന് 3.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കറിൽ വേവിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം കുറച്ച് വെച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്നായി കിട്ടും. നമ്മളിത് ചിക്കനൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റിയൊരു റൈസാണ്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പൊന്ന് എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 1 വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ലോ ഫ്ലെയിമിലാക്കി വെച്ച ചിക്കനൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതിനേക്കാളും ടൈം എടുക്കുന്നത് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അത് വലിയ പീസസ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം.
വലിയ പീസായതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടെ എടുക്കും ഇതൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് 2 സൈഡും മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ KFC ചിക്കനോട് നല്ല സാമ്യമാണ് കേട്ടോ. നമ്മൾ പക്ഷേ അതിൽ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എടുത്ത് നന്നായിട്ട് ഒന്ന് എണ്ണ വാർത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇതെപ്പോഴും 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമാണ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇതായി വരുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒറ്റ വിസിൽ മാത്രം പോയാൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇത്ര പണിയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസാണ്. മന്തി റൈസ് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഇവിടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഇവിടെ ഇതാ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാവൂ കേട്ടോ. നമ്മൾ കുക്കറിൽ ബിരിയാണി ആണെങ്കിലും ഗീ റൈസ് ആണെങ്കിലും അതുപോലെ ഇതുപോലെയുള്ള വെറൈറ്റി റൈസൊക്കെ ആണെങ്കിൽ പോലും മൂടി തുറന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഒന്ന് ഇളക്കി കൊടുക്കാവൂ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഈ റൈസ് കഴിക്കാൻ നമുക്ക് സൈഡ് കറി ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഇതാ അടുത്തതും കൂടെ ഞാനിതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കുറച്ച് ചൂടാറിയിട്ടുണ്ട് നമ്മുടെ റൈസ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് വീട്ടിൽ തന്നെ ബർത്ത്ഡേ പാർട്ടി പോലെയുള്ള ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള റൈസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിനൊരു റൈത്ത മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള റൈസാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.